ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു സ്റ്റഡി സെഷനിലേക്ക് വാം വെൽക്കം. കണ്ടില്ലേ, ഈ ഒരു എനർജിയിലായിരിക്കണം നമ്മൾ പഠിക്കാതിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് നിങ്ങൾ പലരും ഇരിക്കുന്ന പോലെ കിടന്ന് കണ്ട് അല്ലെങ്കിൽ ചാരി ഇരുന്ന് ഉറക്കം തൂങ്ങി ഇങ്ങനെയൊന്നല്ല നമ്മൾ ക്ലാസ് കാണാതിരിക്കേണ്ടത്. നല്ല എനർജിയിൽ വേണം നമ്മൾ എപ്പോഴും പഠിക്കാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി ആയിട്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരുന്നത്, എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു എനർജി ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസറിനായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ സെയിം വേ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമുക്ക് ആദ്യം. സെയിം വേ, മിസ്റ്റർ പ്രേം. അപ്പോൾ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ പ്രേം അപ്ലൈഡ് ഫോർ എ ജോബ് ആസ് എ പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ ഹീറോ ആരാ? മിസ്റ്റർ പ്രേം ആണ് നമ്മുടെ കഥയിലെ ഹീറോ. അപ്പോൾ പ്രേം എന്ത് ചെയ്തു? ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. എന്ത് ജോബാണ് അപ്ലൈ ചെയ്തത്? എ പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ. ഒരു സ്കൂളിൽ പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കുള്ള ജോബിലേക്കാണ് ആര് അപ്ലൈ ചെയ്തത്? മിസ്റ്റർ പ്രേം അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ദി സ്കൂൾ മാനേജ്മെൻറ്റ് ഡിസൈഡഡ് ടു അപ്പോയിൻറ്റ് ഹിം. സ്കൂൾ മാനേജ്മെൻറ്റ് പുള്ളീനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വൺ മെമ്പർ ഓഫ് ദി സ്കൂൾ മാനേജ്മെൻറ്റ്, വൺ മെമ്പർ ആണ്, സ്കൂൾ മാനേജ്മെൻറ്റ് മൊത്തമല്ല, വൺ മെമ്പർ ഓഫ് ദി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രൈവറ്റ്ലി. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, ഈ പ്രൈവറ്റ്ലി എന്നുള്ള വേർഡൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടാലേ. ഓക്കെ, ഇൻഫോംഡ് മിസ്റ്റർ പ്രേം ദാറ്റ് ഹി വാസ് അപ്പോയിൻറ്റഡ് ബട്ട് ദ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഗിവൺ ഫ്രം ദ സ്കൂൾ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഗിവൺ ഫ്രം ദി സ്കൂൾ ആണ്. സ്കൂളിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മെമ്പർ ഉണ്ടായിരുന്നു സ്കൂൾ കമ്മിറ്റിയിൽ, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ നമ്മുടെ ആരായിരുന്നു? നമ്മുടെ മിസ്റ്റർ പ്രേമിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അപ്പോയിൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ പ്രേമിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലേറ്റർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ സ്കൂൾ ഡിസൈഡഡ് ടു അപ്പോയിൻറ്റ് സംവൺ എൽസ് ആസ് എ പ്രിൻസിപ്പൽ. അത് കഴിഞ്ഞിട്ട് എന്നാ പറ്റി? നമ്മുടെ മാനേജ്മെൻറ്റ് പിന്നെ മാറ്റി തീരുമാനിച്ചു. ചിലപ്പോൾ അവരത് കഴിഞ്ഞിട്ട് വേറൊരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ പ്രേമിനേക്കാളും ബെറ്റർ ആണ് അയാളെന്ന് തോന്നിക്കാണും. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു? അവർ നേരത്തെ തീരുമാനിച്ച ആ തീരുമാനം മാറ്റി ഒഫീഷ്യലായിട്ട് മറ്റൊരാളെ പ്രിൻസിപ്പളായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രേം ഇത് അറിഞ്ഞു കാണുമല്ലോ. ഓഫ് കോഴ്സ് മിസ്റ്റർ പ്രേം ഫയൽഡ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് സ്കൂൾ ഫോർ ക്യാൻസലേഷൻ ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. പ്രേം എന്ത് ചെയ്തു? അയാളെ സ്കൂളിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ആയല്ലോ, അയാളൊരു സ്യൂട്ട് ഫയൽ ചെയ്തു ആൻഡ് ക്ലെയിംഡ് ഡാമേജസ് ഫോർ ലോസ് ഓഫ് സാലറി. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ പ്രേം വിൽ ബി സക്സസ്ഫുൾ ഇൻ സ്യൂട്ട് ഫയൽഡ് അഗെയിൻസ്റ്റ് സ്കൂൾ അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പോൾ നമ്മുടെ കേസ് സ്റ്റഡിയുടെ സമ്മറി എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേം എന്ത് ചെയ്തു? ഒരു ജോബിന് വേണ്ടിയിട്ട്, പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കുള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? സ്കൂൾ മാനേജ്മെൻറ്റ് പുള്ളീനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിന് മുമ്പ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ പ്രേമിൻ്റെ അടുത്ത് പ്രൈവറ്റ്ലി പോയി പറഞ്ഞു, നിങ്ങൾ അപ്പോയിൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ലേറ്റർ ദ മാനേജ്മെൻറ്റ് അവരെ തീരുമാനം മാറ്റി വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്തു പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് വേണ്ടി. ഇതറിഞ്ഞ പ്രേം എന്ത് ചെയ്തു? നമ്മുടെ സ്കൂളിനെതിരെ ഒരു ക്യാൻസലേഷൻ ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റിന് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അത് കൂടാതെ തന്നെ ലോസ് ഓഫ് സാലറിക്ക് വേണ്ടി ഒരു ഡാമേജും ക്ലെയിം ചെയ്തു. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ സ്യൂട്ട് ഫയൽ ചെയ്തത് ഈ സ്യൂട്ട് ഫയൽ ചെയ്തില്ലേ നമ്മുടെ പ്രേം, അത് സക്സസ്ഫുൾ ആകോ അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872? പ്രേം സക്സസ്ഫുൾ ആകോ? ഏത് പ്രൊവിഷനാണ് ആപ്ലിക്കബിൾ ആവാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യൂണിറ്റ് 1 നിങ്ങൾ പഠിച്ചിട്ടില്ലേ, നേച്ചർ ഓഫ് ദ കോൺട്രാക്ട്സ്? അതിനകത്ത് എന്ത് വരും? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിലെ പ്രൊവിഷൻ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവില്ലേ? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിനു മുമ്പ് എന്താണ് ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ? ഒരു വാലിഡ് ഓഫർ ഉണ്ടായിരിക്കണം അല്ലേ? ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫർ നമ്മൾ കൊടുക്കണം. അതെന്ത് ചെയ്യണം? ഈ ഓഫർ മസ്റ്റ് ബി അക്സെപ്റ്റഡ് ആയിരിക്കണം. ഈ അക്സെപ്റ്റൻസ് എന്തായിരിക്കണം? മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം തികഞ്ഞാലാണ് ഒരു കോൺട്രാക്റ്റ് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സിറ്റുവേഷനിൽ അങ്ങനെയാണോ? ഒഫീഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഈ സിറ്റുവേഷനിൽ പോയിട്ടുണ്ടോ?
ഇല്ലല്ലോ, ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ അത് കൂടാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ദ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഗിവൺ ഫ്രം ദ സ്കൂൾ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനും വന്നിട്ടില്ല. അപ്പോൾ അത് ക്ലിയർ അല്ലേ? നമ്മുടെ പ്രേം ഇതിനകത്ത് ജയിക്കോ? സ്യൂട്ട് ഫയൽ ചെയ്ത് ഇതിനകത്ത് ജയിക്കോ? എനിക്കും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ പ്രസന്റ് ചെയ്യുന്നതെന്നും ഇതിന്റെ പ്രൊവിഷൻ ഏതാണ്, ഏത് സെക്ഷൻ അതിന് ആപ്ലിക്കബിൾ ആവാന്നറിയോ നിങ്ങൾക്ക്? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ചെയ്ത സെക്ഷൻ 4 ആണ് ഇതിന് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ 4 എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അക്സെപ്റ്റൻസ് ഷുഡ് ബി ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ടു ദ ഓഫറർ ബൈ ദ ഓഫറി. അപ്പോൾ സെക്ഷൻ 4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് എന്താണ്? അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ ബൈ ദ ഓഫറി ഹിംസെൽഫ് ഓർ ത്രൂ ആൻ ഓതറൈസ്ഡ് ഏജന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ബൈ തേർഡ് പേഴ്സൺ എന്തെങ്കിലും വാലിഡ് ആണോ? അതും നമ്മുടെ പ്രൊവിഷനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബൈ തേർഡ് പേഴ്സൺ ഒരിക്കലും ഒരു വാലിഡ് അക്സെപ്റ്റൻസ് ആവില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ, ഈ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ ബൈ ദ ഓഫറി എന്ന് പറഞ്ഞു. ഈ ഓഫററും ഓഫറിയും ആരാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയോ? നമ്മുടെ ഈ ഓഫറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ വൺ ഹു മേക്സ് ദ ഓഫർ ആണ് ഓഫറർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ സിറ്റുവേഷനിൽ ആരാണ്? നമ്മുടെ സ്കൂളാണ് നമ്മുടെ പ്രേമിൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയാന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ സ്കൂളാണ് ഒരു ഓഫർ കൊടുക്കുന്നത്. നമ്മുടെ ഈ സിറ്റുവേഷനിൽ ആരാണ് അപ്പോൾ ഓഫറർ? നമ്മുടെ സ്കൂളാണ് ഓഫറർ ആയിട്ട് വരിക. അപ്പോൾ ഓഫർ ഓഫ് കോഴ്സ് ആരാണ്? ദ വൺ ഹു അക്സെപ്റ്റ്, വൺ ഹു ഹാവ് ദ ഓപ്ഷൻ ടു അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ദ ഓഫർ. അയാൾക്കാണ്. ഇപ്പം പ്രേമിനാണ് ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള ഓഫർ ഉണ്ട്, റിജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മുടെ ഈ കേസിൽ ആരാണ് ഓഫറി എന്ന് പറയുന്നത്? ഓഫറി എന്ന് പറയുന്നത് പ്രേമും ഓഫറർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുമാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിന്റെ ആൻസർ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആൻസറിന് ഹെഡിങ് കൊടുക്കാവേ. ആൻസർ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ കേസ് സ്റ്റഡിയിൽ സ്ട്രക്ചേർഡ് ഫോമിൽ ആൻസർ പ്രസന്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം? ആദ്യം നമ്മൾ പ്രൊവിഷൻ എഴുതുക, അത് കഴിഞ്ഞിട്ട് അനാലിസിസ് ആൻഡ് ദെൻ ദ കൺക്ലൂഷൻ. അപ്പോൾ അതേ ഫോമാറ്റിൽ തന്നെ നമുക്ക് എഴുതി പോവാം. അപ്പോൾ നമുക്ക് സൈഡ് ഹെഡിങ് കൊടുക്കാം, പ്രൊവിഷനും കൊടുക്കാം. ഇനി ഇതിനകത്ത് ഏത് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവാന്ന് അറിയാലോ നമുക്ക്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഏതാ പ്രൊവിഷൻ വരുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 ആയിരിക്കണം. അത് ഇപ്പം തന്നെ തലയിലേക്ക് കയറ്റുക. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് സെക്ഷൻ 4 ആണെന്ന് കയറ്റുക. ഇനി നിങ്ങൾക്ക് സെക്ഷൻ 4 ആ സമയം ഓർമ്മ വന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻ എഴുതി വെക്കാൻ നിൽക്കരുത്. ആ സെക്ഷൻ എഴുതരുത്. ആസ് പെർ ദ റെലവന്റ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് എഴുതുക. കാരണം റോങ് ആയിട്ടുള്ള സെക്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആൻസർ തെറ്റാവും. പിന്നെ ഒറ്റ മാർക്ക് നമുക്ക് കിട്ടില്ല. എഴുതിയേക്കുന്ന കണ്ടന്റ് ശരിയാണെങ്കിൽ കൂടി നമുക്ക് ആൻസർ ശരിയായി കിട്ടണമെന്നില്ല. അത് മൊത്തം നമ്മുടെ ആ സെക്ഷൻ നമ്പർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ആൻസർ റോങ് ആയി പോകും. അപ്പം അതുകൊണ്ട് സെക്ഷൻ അറിയില്ലെങ്കിൽ, അത്ര ഷുവർ അല്ലെങ്കിൽ നമ്മൾ എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാലോ സെക്ഷൻ ഏതാണ്? സെക്ഷൻ നമ്പർ 4. അപ്പം നമുക്ക് അങ്ങനെ എഴുതി തുടങ്ങാം. ആസ് പെർ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്താണ്? അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ ബൈ ദ ഓഫറി ഹിംസെൽഫ് ഓർ ത്രൂ ആൻ ഓതറൈസ്ഡ് ഏജന്റ്. അങ്ങനെ ആയിരിക്കേണ്ട അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഓഫറിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ബൈ ദ ഓഫറി ഹിംസെൽഫ്. ഒന്നെങ്കിൽ ഓഫറി ഹിംസെൽഫ് ഓർ ത്രൂ ആൻ ഓതറൈസ്ഡ് ഏജന്റ്. ആരായിരിക്കണം? ഓതറൈസ്ഡ് ഏജന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ നമുക്ക് പ്രൊവിഷൻ എഴുതിക്കാം. ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് to the offerer by the offeree himself or through an authorized agent. ഇനി എന്താണ്? നമുക്ക് വേറൊരു കാര്യം കൂടി എഴുതണം. കമ്മ്യൂണിക്കേഷൻ ഈ അക്സെപ്റ്റൻസ് ബൈ തേർഡ് പേഴ്സൺ വാലിഡ് ആണോ? വാലിഡ് അല്ലല്ലോ, അത് ഒരിക്കലും വാലിഡ് അല്ല. കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ബൈ തേർഡ് പേഴ്സൺ വാലിഡ് അല്ല. അതും കൂടി നമുക്ക് ഇതിനകത്ത് എഴുതി വെക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് by a third person cannot be treated as a valid acceptance. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവിഷനിൽ കറക്റ്റായിട്ട് എഴുതാം. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? പ്രൊവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം നമ്മൾ. ഇനി എന്താ എഴുതേണ്ടത്? പ്രൊവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അനാലിസിസ്. അപ്പോൾ നമുക്ക് അനാലിസിസ് എന്താ സംഭവം? നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കേസ് സ്റ്റഡി എന്താണോ അതിൻ്റെ ഒരു സമ്മറി ഫോമാറ്റ് റിലേറ്റഡ് ടു ദ പ്രൊവിഷനായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ? അനാലിസിസ് എഴുതാൻ. അപ്പോൾ അനാലിസിസ് എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കിയാലോ? ഓക്കെ,
അപ്പോൾ നമുക്ക് അനാലിസിസിന് ഹെഡിങ് കൊടുക്കാം. അടുത്ത ഹെഡിങ് അനാലിസിസ്. ഇനി ഈ അനാലിസിസിൽ എന്താ നമ്മൾ എഴുതേണ്ടതെന്ന് അറിയോ? ഈ അനാലിസിസിൽ എന്താ ഉണ്ടായേ? നമ്മൾ പ്രേം എന്ത് ചെയ്തു? ഒരു ജോബ് അപ്ലൈ ചെയ്തു ആസ് എ പ്രിൻസിപ്പൽ ഇൻ ദ സ്കൂൾ. എന്നിട്ട് സ്കൂൾ മാനേജ്മെന്റ് ഡിസൈഡഡ് ടു അപ്പോയിന്റഡ് ബട്ട് ലേറ്റർ അപ്പോയിന്റഡ് സംവൺ എൽസ് ആയിരുന്നു അല്ലേ? നമ്മുടെ ലേറ്റർ സംവൺ എൽസിനെ അപ്പോയിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രേം മറ്റൊരാൾ അപ്പോയിന്റ് ചെയ്തെങ്കിലും നമ്മുടെ പ്രേമിന്റെ അടുത്ത് പ്രൈവറ്റ്ലി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൺ ഓഫ് ഹിസ് മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് ബൈ ദ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. ഒഫീഷ്യലി കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിത് അനാലിസിസിൽ എങ്ങനെ എഴുതണ്ടേന്ന് നോക്കാം. എന്തായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ? ഇൻ ദ ഗിവൺ കേസ്. ഓരോ അനാലിസിസ് നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വേർഡ്, ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്യാട്ടോ. ഇൻ ദ ഗിവൺ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം. ഇൻ ദ ഗിവൺ കേസ് മിസ്റ്റർ പ്രേം ആണ്. മിസ്റ്റർ പ്രേം അപ്ലൈഡ് for a job as a principal of school, and one member had privately informed him that he was appointed as the principal of the school. Later the management ആണ് അടുത്ത ആൾ അപ്പോയിന്റ് ചെയ്തല്ലേ? അപ്പൊ അങ്ങനെ തന്നെ എഴുതണം. later the management had appointed someone else as the principal of the school. അല്ലെ? ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഈ പ്രൊവിഷൻ പ്രകാരം നമ്മുടെ കേസിൽ എന്താണ്? നമ്മുടെ ഈ കോമ്പറ്റന്റ് അതോറിറ്റി ആയ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ആണോ നമ്മുടെ ഈ പ്രേമിനെ അപ്പോയിന്റ് ചെയ്തത്? അല്ലല്ലോ, ഒരു മെമ്പറാണ് അപ്പോയിന്റ് ചെയ്തത്. അതും പ്രൈവറ്റ്ലി ഇൻഫോം ചെയ്തതുള്ളൂ. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പോയിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ അതും കൂടി നമുക്ക് ഇതിനകത്ത് എഴുതാം. on the basis of above provision. നമ്മൾ above provision ലിങ്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. on the basis of above provision എന്തായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ ഓഫ് acceptance. കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ അപ്പോയിന്റ്മെന്റ് ആരാണ്? ഓഫ് മിസ്റ്റർ പ്രേം ഷുഡ് ബി മെയ്ഡ് ബൈ ആരാണ്? മെയ്ഡ് ബൈ ദ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ആണ്, നോട്ട് ബൈ ദ മെമ്പർ. ബൈ ദ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി or ആരാണ്? or any authorized member, authorized agent. ഇനി കമ്മ്യൂണിക്കേഷൻ ബൈ വൺ മെമ്പർ വാലിഡ് ആണോ? അല്ലല്ലോ. നമുക്ക് അതുകൂടി എഴുതി വെക്കാം. കമ്മ്യൂണിക്കേഷൻ ബൈ തേർഡ് പേഴ്സൺ cannot be termed as communication of acceptance. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അനാലിസിസിൽ എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ കേസ് സ്റ്റഡി ഒരു ട്രക്സ് ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, നമ്മുടെ കൺക്ലൂഷനും ഈ പ്രൊവിഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട്. ഓക്കെ, ഇനി ശരിക്കുള്ള കൺക്ലൂഷൻ നമ്മൾ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനാലിസിസിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? പ്രൊവിഷൻ എഴുതി, അതിന്റെ അനാലിസിസ് എഴുതി, ആൻഡ് ദെൻ നമ്മുടെ കൺക്ലൂഷൻ. എന്താണ് നമ്മുടെ കൺക്ലൂഷൻ? ഈ ഓഫർ ഓഫ് അക്സെപ്റ്റൻസ് വാലിഡ് ആണോ? നമ്മുടെ പ്രേമിന് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ബിക്കോസ് എന്താണ്? ഒഫീഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോയിട്ടില്ല. ഒഫീഷ്യൽ ഒരു വാലിഡ് ഓഫറും ആൻഡ് അക്സെപ്റ്റൻസ് ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ നമുക്കത് കൺക്ലൂഷനിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഷനിലേക്ക് എന്താ എഴുതേണ്ടത്? കൺക്ലൂഷനിൽ നമുക്ക് സൈഡ് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ എഴുതി വെച്ച കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് എന്താ? ലാസ്റ്റ് എഴുതിയത് എന്താ? ഓൺ ദ ബേസിസ് ഓഫ് ദ അബവ് പ്രൊവിഷൻ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് മിസ്റ്റർ പ്രേം ഷുഡ് ബി മെയ്ഡ് ബൈ ദ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ആയിരുന്നു, ഓർ എനി ഓതറൈസ്ഡ് ഏജന്റ്. ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് തേർഡ് പേഴ്സൺ cannot be termed as a communication of acceptance. Therefore എന്താണ്? Therefore no valid contract ആണ്. ഓക്കെ, no valid contract was formed between Mr. Prem and the school management. എന്തെങ്കിലും വാലിഡ് കോൺട്രാക്ട് ഉണ്ടായിരുന്നോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലിഡ് ഒരു കോൺട്രാക്ട് ആയിരിക്കണമെങ്കിൽ 3 കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാലിഡ് കോൺട്രാക്ടേ അല്ല. ഓക്കെ, therefore Mr. Prem cannot file suit against the school for cancellation of his appointment. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മാത്രമാണ് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. മാർക്സ് അലോക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ. കാരണം പ്രൊവിഷൻ എഴുതി കറക്റ്റ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ അതിന് 2 മാർക്സ് കിട്ടും, അനാലിസിസിന് 1 മാർക്ക് കിട്ടും,
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺക്ലൂഷൻ എത്ര മാർക്കാണ്? 2 മാർക്സ് കിട്ടിയ കൺക്ലൂഷൻ ഒരു മെയിൻ നമ്മുടെ കേസ് സ്റ്റഡിയുടെ ഒരു റിസൾട്ട് ആണ് ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും, 2 മാർക്ക് കിട്ടും. ഓക്കെ, പ്രൊവിഷൻ കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്, പിന്നെ അനാലിസിസ് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തേക്കണമെങ്കിൽ അതിന് 1 മാർക്കും കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യുമ്പോൾ ലോയിൽ ചില കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സ് അങ്ങനെ തന്നെ നിങ്ങളുടെ പേപ്പറിൽ വന്നാൽ മാത്രമാണ് നമുക്ക് മാർക്ക് തരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ കേസിൽ തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പ്രൊവിഷൻ എഴുതി, ഇപ്പൊ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ ബൈ ദ ഓഫറി ഹിംസെൽഫ് ഓർ ത്രൂ ആൻ ഓതറൈസ്ഡ് ഏജന്റ്. ഇത്രയും വാക്കിന് ഇത് തന്നെ വരണം, ബൈ ദ ഓഫർ ടു ദ ഓഫറിന് പകരം വേറെ എന്ത് വാക്ക് എഴുതിയാലും അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് തീരില്ല. ഈ കീവേഡ്സ് കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമാണ് നമ്മുടെ ലോയിൽ നമ്മുടെ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ആദ്യം പ്രൊവിഷൻ എഴുതുക, അത് കഴിഞ്ഞിട്ട് അനാലിസിസ് ആൻഡ് ദ കൺക്ലൂഷൻ. ഈ ഒരു സ്ട്രക്ചേർഡ് ഫോം എപ്പോഴും നിങ്ങൾ കേസ് സ്റ്റഡീസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.